ഇന്നത്തെ നമ്മുടെ യാത്ര മലാസിലേക്കാണ്. ഇത്തവണയും ഹനീഫ് ഭായ് എന്നെയാണ് കേട്ടോ നമ്മൾ അവിടേക്ക് ഡ്രോപ്പ് ചെയ്തത്. റിയാദിൽ തന്നെ ഏറ്റവും വലിയ പാർക്കായ കിങ് അബ്ദുള്ള പാർക്കാണ് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോണത്. ഇവിടെ അഡൽസിന് 11.5 റിയാലും കിഡ്സിന് 5.5 റിയാലുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ആഫ്റ്റർനൂൺ 1 PM തൊട്ടിട്ട് 12 AM വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുക. ആൻഡ് സൺഡേസിൽ ക്ലോസ്ഡ് ആയിരിക്കും. റിയാദിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പാർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാക്ട് ഏരിയ വരുന്നത് 31.8 ഹെക്ടേഴ്സ്, അതായത് 79 ഏക്കേഴ്സിലായിട്ടാണ് ഇത് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നത്. നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ സലാഡ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. ഫാമിലിയൊക്കെ ആയിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. ഞങ്ങൾ ചെന്ന ടൈമിലും ഒത്തിരി ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇഫ്താർ ഗ്യാതറിങ്സും അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാർക്കിൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ട് ഒരു ലേക്കും അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റും മൊത്തത്തിലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഇഷ്ടം പോലെ സ്പോട്ടുകളുണ്ട് ഇവിടെ. എനിക്ക് പേഴ്സണലി എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസ് യൂഷ്വൽ എവിടെ ചെന്നാലും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിക്ക് നമ്മുടെ വ്ളോഗ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏത് ഫോട്ടോഷൂട്ട് തന്നെ. ദേ ഈ ഒരു സാധനം നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് മാൾ തൊട്ടിട്ട് എവിടെ പോയാലും കാണാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ വേറെയും VIP ഇലക്ട്രിക് വണ്ടികൾ വിത്ത് ഡ്രൈവേഴ്സ് ഇവിടെ കിട്ടും കേട്ടോ. കുറേ ഫോട്ടോസിന് പോസ് ചെയ്ത് മടുത്തോണ്ടാവാം നമ്മുടെ വ്ളോഗ് തെപ്പി പൂച്ചയുടെ പുറകെയാണ്. നമ്മളാളെ വ്ളോഗു എന്ന് വിളിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ആള് ചെറിയൊരു വ്ളോഗറാണ്. അങ്ങനെ ഒരു റൗണ്ട് കറങ്ങി വന്നപ്പോഴേക്കും എന്താ നമ്മുടെ വാട്ടർ ഫൗണ്ടൈനൊക്കെ ഓണായിട്ടോ. ദൂരെ നിന്ന് കണ്ടപ്പോൾ ഉള്ള രസമൊന്നും അടുത്ത് ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് ലൈറ്റിങ്സും കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് മാത്രം അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നല്ല പ്രഷറിൽ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിസ്റ്റ് അടിക്കുന്നുണ്ടായിരുന്നു. കിഡ്സിനൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സെപ്പറേറ്റ് പ്ലേയിങ് ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ മലയാളീസിനൊക്കെ കൂടുതൽ ഇവിടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് അറബികളാണ്. കാരണം ഡേ ടൈമിലൊന്നും അവരങ്ങനെ അധികം പുറത്തിറങ്ങാറില്ല. കൂടുതലും ഈവനിങ് ഒരു 6 o'clock ശേഷമാണ് ഇതുപോലെ അവർ ഫാമിലിയൊക്കെ ആയിട്ട് ഇറങ്ങുക.